പ്രിയ കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചിക്കൻ കൊണ്ടൊരു കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എത്ര ഗ്രാം ഉണ്ടെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. കാരണം ഞാൻ കറിക്കെടുത്തതിൽ നിന്നും കുറച്ച് ഒരു 7-8 പീസ് മാറ്റി വെച്ചേക്കുന്നത്. എല്ലില്ലാത്ത പീസാണ്, ബോണൊട്ടും കാണരുത്. അതുപോലെ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 1 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 2 സവാള, മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്, 15 അല്ലി വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി. ഇത് 1 പീസ് എടുത്തത്, അത് മുറിഞ്ഞ് 3 പീസായിപ്പോയി. 3 പച്ചമുളക് ഞാൻ കുറച്ചെടുത്തതാണ്, കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മല്ലിയില, 2 തുണ്ട് കരിയേപ്പില. ഇത്രയും ഐറ്റങ്ങൾ ഇതിലേക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റ് കൂടുതലാകുന്നത് കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് കുക്കറിലിട്ട് വേവിച്ച് നല്ല ഉടച്ചെടുക്കേണ്ടതാണ്. ഇത് ചോപ്പ് ചെയ്തൊക്കെ എടുക്കേണ്ടതാണ്. ഞാൻ ചോപ്പ് ചെയ്തിട്ട് വരാം. എടുത്തു വെച്ചിരുന്ന ചിക്കൻ ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒരു അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് ഒരു 2 വിസിൽ കേട്ട് വേവിച്ചെടുക്കാം. ഞാനിത് ചോപ്പ് ചെയ്യാനായിട്ട് ഫ്ലിപ്കാർട്ടിന് മേടിച്ച ഒരു ചോപ്പറാണ് ഇത്. ഈ ചോപ്പറിലിട്ട് നൂല് വെച്ച് വലിക്കുന്നതാണ്, ഇങ്ങനെ നൂല് വെച്ച് വലിക്കുന്നതാണ്, വലിച്ച് ചോപ്പ് ചെയ്യുന്നതാണ്. എന്തായാലും നന്നായിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിലേക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്നത് ഇട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. നമ്മളിതിൽ ചോപ്പ് ചെയ്തപ്പോൾ ഇതുപോലെ ചെറിയ പീസുകളായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കട്ട്ലറ്റിന് നന്നായിട്ടുള്ള പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് ക്യാരറ്റും ബീട്രൂട്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. ഇത് ചെറിയ ചോപ്പറായതുകൊണ്ട് കുറേശ്ശേ ചോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ കുഞ്ഞായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടും ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീട്രൂട്ട്, സവാള, അതുപോലെ 3 പച്ചമുളക് എടുത്ത് അത് ചോപ്പ് ചെയ്തിട്ടില്ല, കുഞ്ഞായിട്ട് അരിഞ്ഞാണ് എടുത്തിട്ടേക്കുന്നത്. അതുപോലെ കരിയേപ്പില, മല്ലിയില ഒക്കെ ഓപ്ഷനിലാണ്, വേണമെന്നുള്ളവർ ചേർത്താൽ മതി. ഞാൻ ഈ ബീട്രൂട്ടൊക്കെ ചേർക്കുന്നത് കൊണ്ട് ചേർക്കുന്നതേ ഉള്ളൂ. ആവശ്യമുള്ളവർക്ക് ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനായി ഒരല്പം എണ്ണ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇത് എല്ലാം കൂടി ഒന്നിച്ച് തട്ടി നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതേ പരുവത്തിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എടുത്തിരിക്കുന്ന ബീട്രൂട്ട്, ക്യാരറ്റ്, പച്ചമുളക്, ഉള്ളി, കരിയേപ്പില എല്ലാം മിക്സ് ചെയ്ത് ശകലം ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് വഴറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ എടുത്തിരിക്കുന്ന ഇറച്ചി വേവിച്ചിട്ട് ക്രഷ് ചെയ്ത് വെച്ച് മിക്സിയുടെ ജാറിലിട്ട് ഒരു കറക്കങ്ങ് കറക്കിയാൽ മതി. ആവശ്യത്തിനുള്ള പൊടിഞ്ഞ് കിട്ടും. കൈവച്ച് നമ്മൾ കുഴയ്ക്കുകയാണെങ്കിൽ ഇത്രയും പൊടിഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തത്. ഇനി ഇത് എല്ലാം കൂടി ഒരു പാത്രത്തിലോട്ട് മാറ്റിയേക്കാം. കുറച്ച് വലിയ പാത്രത്തിലോട്ട് മാറ്റിയേക്കാം. ഇതും ആ ഇറച്ചിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടൊന്ന് തണുത്തിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മിക്സിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. നമ്മൾ ഇറച്ചിയിൽ അല്പം ഉപ്പിട്ട് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. നമ്മൾ ഇറച്ചിയിൽ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ അല്പം മാത്രം ചേർക്കുന്നത്. അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത്.
എല്ലാം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ മാറ്റി വെച്ച് കൈ വെച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് ഏതൊക്കെ ഷേപ്പ് വേണമെന്നുള്ളത് അവരവരെ ഇഷ്ടത്തിന് എടുക്കാം. ഓവൽ ഷേപ്പ് വേണമെങ്കിൽ ഓവൽ ഷേപ്പ് എടുക്കാം, ഹാർട്ടിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ ഹാർട്ടിൻ്റെ ഷേപ്പ് എടുക്കാം, ചതുരത്തിൽ വേണമെങ്കിൽ ചതുരത്തിലെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതുപോലെ ഉരുളകളാക്കി എടുത്തിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന എല്ലാ ഐറ്റവും ഒന്നിച്ച് മിക്സ് ചെയ്ത് ഉരുളകളാക്കി ഇതുപോലെ പല ആകൃതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഓവൽ ഷേപ്പും ഹാർട്ടിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. പൊരിക്കുന്നതിന് ഇതിനി മുട്ട ആവശ്യമുണ്ട്, റസ്ക് പൊടി ആവശ്യമുണ്ട്. ഞാനിപ്പോഴും 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യാനുസരണം മുട്ട പൊട്ടിച്ചെടുക്കാം. അതുപോലെ റസ്ക് പൊടി ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഞാൻ ഇത്രയ്ക്ക് റസ്ക് പൊടി ഇപ്പോഴും എടുത്തിട്ടുണ്ട്. കട്ട്ലറ്റ് പൊരിച്ചെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം, സൺഫ്ലവർ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോഴും എടുത്തിരിക്കുന്നത് സൺഫ്ലവറാണ്. എണ്ണ നല്ല തിളച്ച് വരട്ടെ. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് തീ വെച്ചേക്കുന്നത്. എണ്ണ തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിം ആക്കാം. നമ്മൾ പിടിച്ചു വെച്ചേക്കുന്ന കട്ട്ലറ്റ് ആദ്യം അടിച്ചു വെച്ചേക്കുന്ന മുട്ടയിലോട്ടൊന്ന് മുക്കിയെടുക്കാം. ഇതുപോലെ മുക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് റസ്കിൻ്റെ പൊടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. രണ്ട് വശം ഒന്നുപോലെ നല്ല പൊതിഞ്ഞെടുക്കണേ. ഇതുപോലെ നന്നായിട്ടെടുക്കണം. അങ്ങനെ എടുത്ത കട്ട്ലറ്റാണ് ഇത്. ഈ സമയം എണ്ണ നല്ല തിളച്ച് കിടക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് മുക്കി വെച്ചേക്കുന്ന കട്ട്ലറ്റ് ചേർത്ത് കൊടുക്കാം. ഈ സമയം അല്പം തീ കുറച്ച് തന്നെ വയ്ക്കണം. മീഡിയം സൈസിൽ വേണം ഫ്ലെയിം വയ്ക്കേണ്ടത്. തീ ഒരുപാടായിപ്പോയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് പെട്ടെന്ന് കരിയാതെ നമുക്കെടുക്കാം. നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ചെറിയ തീയിൽ തന്നെയാണ് മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടാൽ കരിയത്തില്ല. നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാൻ മറക്കരുത്.